നിഖിൽ പൈലി എന്ന് പറയുന്ന സഖാവ് ഞങ്ങളുടെ SFI നേതാവിനെ ധീരജിനെ കുത്തിക്കൊന്ന നിഖിൽ പൈലി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ വക്കീൽ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. നിങ്ങൾ ആരും അതിന്റെ പിന്നാലെ പോകാറില്ല. എന്തിനാ പിന്നെ ഇങ്ങനെ ചില കേസുകൾ മാത്രം സെലക്റ്റീവായിട്ട് ഇങ്ങനെ പർവ്വതീകരിക്കുന്നത്? നിഖിൽ പൈലി ഒരു ഗുണ്ടയല്ലേ? ഒരു മിടുക്കനായ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയതല്ലേ? അവരിപ്പോഴും ഉണ്ടല്ലോ. ഞങ്ങൾ ഒരു തെറ്റായ കാര്യത്തെയും ഞങ്ങൾ പിന്തുണക്കാറില്ല. ഞങ്ങൾക്ക് അതിന് കാര്യവുമില്ല. പിന്നെ ഏതോ വക്കീല് അവരുടെ പ്രൊഫഷൻ അനുസരിച്ച് അവരുടെ കേസ് എടുക്കുന്നതിന് എന്തിനാ നമ്മൾ അതിലിടപെടേണ്ട ആവശ്യം? ആരൊക്കെ ആരുടെയൊക്കെ വക്കീലാകുന്നുണ്ട്? പിന്നെന്താ? ഏറ്റവും ആത്മാർത്ഥമായി, സത്യസന്ധമായി, നിഷ്കളങ്കമായി പറയാൻ പറ്റും. നിങ്ങൾ സുപ്രീം കോടതിയിൽ ഹാജരാക്കുന്ന വക്കീലന്മാര് ഏതെല്ലാം പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടെന്നും ആ പാർട്ടിയുടെ നേതാക്കന്മാർ മറ്റേതെല്ലാം പാർട്ടിയിൽ പെടുന്ന നേതാക്കന്മാരുടെ കേസിന് ഹാജരായിട്ടുണ്ടെന്നുള്ള ചരിത്രം അറിയുമോ? അതൊക്കെയാണ് എടുത്ത് നോക്കണം. അതുകൊണ്ട് വക്കീലന്മാർ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഹാജരാകുന്നത്. ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും കാരണം തിരിക്കുന്ന ആളൊന്നല്ല. പഠിക്കുന്ന കാലത്ത് ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകരിൽ എത്ര ആളുകൾ SFIയുടെ ഭാരവാഹിയായിട്ടുണ്ടാവും? കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIക്ക് വേണ്ടി പ്രകടനം നടത്തിയിട്ടുണ്ടാവും, അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യവും SFI ന്യായീകരിക്കാൻ പറ്റുമോ? ഇനി പോട്ടെ, ഈ MDMA കേസിലെ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഒരു വക്കീലന്മാർ ഹാജരാവില്ലേ? കേരളത്തിൽ ഹാജരാവില്ലേ? എത്ര യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി ആരൊക്കെ ഹാജരാകുന്നുണ്ട്? ശരി, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾ ലഹരിക്കടത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്ന, അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ആശങ്കയോടുകൂടി കേരളത്തിലെ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. അതിൽ കൃത്യമായ മറുപടി ഇപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഇന്ന് DYF നേതൃത്വത്തിലും അവിടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് പറവൂരിൽ. അപ്പം ഞങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും. MDMA കേസ് ഒതുക്കി തീർക്കാനുള്ള ഗവൺമെൻറ് നീക്കത്തിൽ പ്രതിഷേധിച്ച് DYFI അതിശക്തമായിട്ടുള്ള സമരത്തിന് കേരളത്തിലാകെ നേതൃത്വം കൊടുക്കും. അധികാരത്തിൻ്റെ പവർ ഉപയോഗിച്ച് MDMA പ്രതികളെ രക്ഷപ്പെടുത്താനാണ് മുഖ്യമന്ത്രി VD സതീശൻ്റെയും ഈ ഗവൺമെൻറ്റെയും നീക്കമെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ കേരളത്തിൽ സമരത്തിന് DYFI നേതൃത്വം കൊടുക്കും. ഇന്നലെ അദ്ദേഹം പറഞ്ഞ ബന്ധമില്ല എന്ന് പറഞ്ഞ് നവകേരള സദസ്സിൽ പങ്കെടുത്തത് കൊണ്ടാണ് അന്ന് പറ്റിയ പരിക്ക് കാണാൻ പോയതാണെന്നാണ്. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ മാധ്യമങ്ങൾ അനുവദിക്കുന്ന കാഴ്ചയല്ലേ ഇപ്പൊ കാണുന്നത്? ഇപ്പൊ വരുന്ന വാർത്ത അദ്ദേഹത്തിന്റെ കോഴിക്കോട് വെച്ച് നടന്ന ഒരു ഇഫ്താർ വിരുന്നിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു എന്നാ. കോഴിക്കോട് ജില്ലക്ക് പുറത്തു നിന്ന് മറ്റാരും പങ്കെടുക്കാത്ത ഒരു ഇഫ്താർ വിരുന്നിൽ ഈ ലഹരി മാഫിയ സംഘത്തിന്റെ തലവൻ എങ്ങനെയാ പങ്കെടുക്കുന്നത്? അത് നമ്മൾ ആലോചിക്കണ്ടേ. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ UDF നേതാക്കന്മാർക്കെതിരെ ഒരു വിമർശനം വന്നാൽ ഇപ്പൊ ഇടപെടുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെയാണ് തെറികൾ, ഫുൾ അസഭ്യ വർഷങ്ങൾ വരികയാണ്. ഇപ്പോ ഇവിടെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിന്റെ നേരെ നടന്ന സൈബർ അറ്റാക്ക് നമ്മൾ കാണുകയല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഈ MDMA സംഘമാണ് നേതൃത്വം കൊടുത്തത് എന്നുകൂടിയുണ്ട്. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അതിന് പിന്തുണ കൊടുക്കുകയാണ് മുഖ്യമന്ത്രി. ഭരണത്തിലിരിക്കുന്ന കേരളത്തിന്റെ തലവനായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും മുഖ്യമന്ത്രി ഈ MDMA കേസിന്റെ പ്രതികൾക്ക് വേണ്ടി വക്കാലത്ത് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയല്ലേ ഇപ്പൊ കാണുന്നത്? അത് ഗൗരവമായി പരിശോധിക്കണം.